ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു മേക്ക് ഓവർ വീഡിയോ ആണ്. പക്ഷേ ഇത്രയും നാൾ ഞാൻ ഇട്ടിരുന്നത് എൻ്റെ മേക്ക് ഓവർ ആയിരുന്നു. ഇന്ന് എൻ്റെ മക്കളുടെ മേക്ക് ഓവർ വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇഷാനി മോളെ കൃഷ്ണനായിട്ടും ഇവാനിയ മോളെ രാധയായിട്ടുമാണ് ഞാനിന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് അല്ലായിരുന്നു കേട്ടോ. പക്ഷേ എന്നിരുന്നാലും ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. രണ്ടുപേരെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നില്ല, നമ്മുടെ മക്കളല്ലേ, അപ്പം നമ്മൾ മേക്ക് ഓവർ ചെയ്യുമ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ പറയാട്ടോ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് കേട്ടോ ഈ മേക്ക് ഓവർ നടത്തുന്നത്. പുറത്തുനിന്ന് ഒരു സാധനങ്ങൾ വാങ്ങിയിട്ടില്ല. പിന്നെ ഒരു മയിൽപ്പീലി കിട്ടിയ കൊള്ളാന്ന് എനിക്ക് ഉണ്ടായിരുന്നു കണ്ണന് വെക്കാനായിട്ട്. പക്ഷേ ഇവിടെ കിട്ടുമെന്ന് പോലും സത്യത്തിൽ എനിക്ക് അറിയത്തില്ല. ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങിയപ്പം കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരത്തെ ഈ ഐഡിയ ഒക്കെ തോന്നിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നെനിക്ക് ഫൈനലായപ്പോൾ തോന്നി കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, കൃഷ്ണന് രാധയാവാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ ആദ്യം രണ്ടുപേരും അടിയായിരുന്നു കേട്ടോ. രണ്ടുപേർക്ക് രാധയായാൽ മതി, കൃഷ്ണനാവണ്ട. അവസാനം ഇഷാനിയെ ഞാൻ വായിക്കുന്നു പറഞ്ഞു. ഓടക്കുഴലുണ്ട്, ഷോൾ ഇങ്ങനെ ഇടും, പിന്നെ വേറെ വെറൈറ്റി ഒരു പൊട്ട് വയ്ക്കും എന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ടിട്ടാണ് ഇഷാനിനെ കൃഷ്ണനാക്കാൻ ഇഷാനി അങ്ങനെ ഇഷാനി മോളുടെ കണ്ണും പുരികവും പൊട്ടുമൊക്കെ ഇട്ടത് കണ്ടല്ലോ. അപ്പം ഞാൻ ആ പൗഡറൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണ്. പിന്നെ 2 ഷോൾ കൊണ്ടുള്ള പരിപാടികൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഷോളൊന്നും പറയാൻ പറ്റത്തില്ല, എൻ്റെ ഒരു സ്റ്റോളാണത്, 2 സ്റ്റോൾ കേട്ടോ. അപ്പോൾ ആ ബ്ലൂ സ്റ്റോൾ ഇങ്ങനെ തോളത്തോട് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ എൻ്റെ വൈറ്റ് സ്റ്റോൾ ഞാൻ കൊച്ചിൻ്റെ ഇതുകൊണ്ടൊക്കെ പാൻറ്റിനകത്തൂടെ ചുറ്റി, നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ചെയ്തതെന്ന്. അങ്ങനെയൊക്കെ ആക്കി തട്ടിക്കൂട്ടി വെച്ചു. അത് കഴിഞ്ഞ് റെഡ് കളറിലെ മാല ഇട്ട് കൊടുത്തു. ഇപ്പം ഞാൻ ഹെയർ സെറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആദ്യം വെച്ച് കൊടുത്തിട്ട് നോക്കുമ്പോഴൊക്കെ എനിക്ക് ശരിക്കും ബോ വെച്ചിട്ട് നോക്കുന്നൊരു ഫീലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ അല്ലല്ലോ വെക്കണ്ടേ, കുറുക്കയല്ലേ വെക്കണ്ടേ, ഇങ്ങനെ കെട്ട് പാടത്തൊക്കെ പോകുന്നവർ കെട്ടിടത്തില്ല, അതുപോലല്ലേ ആ കെട്ടെന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ അതേ ചരിച്ച് ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്ത്. എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. അടുത്ത ആളെ അങ്ങനെ മേക്ക് ഓവർ ചെയ്യാനായിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഇഷാനിയുടെ ഫൈനൽ ലുക്ക് ഞാൻ ഇവാനി മോളുടെ മേക്ക് ഓവറോടെ കഴിഞ്ഞിട്ട് രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ച് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇവാനി മോൾക്കും പുരികം എഴുതി കണ്ണുഴുതി പൊട്ടുമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കോമഡി എന്തോന്ന് വെച്ചാൽ ഇവാനി മോൾക്ക് ഓരോന്നും ചെയ്യുന്നത് വന്ന് ഇഷാനി നോക്കി നിൽക്കും കേട്ടോ. എന്നിട്ട് ഇവാനി മോൾക്ക് ഇടുന്ന പൊട്ടലല്ല ഇഷാനിക്ക് ഇട്ട് കൊടുത്തത്. അപ്പം ഉടനെ പറയും, ചേച്ചിക്ക് എന്താ അങ്ങനെ ഇട്ടത്, എനിക്കെന്താ ഇങ്ങനെ ഇട്ടത്, എല്ലാം അങ്ങനെയായിരുന്നു. പിന്നെ ഇവാനിയൊക്കെ മാല ഇട്ട് കൊടുക്കുമ്പോഴും ഹെയർ സെറ്റ് ചെയ്യുമ്പോഴും എല്ലാം പറയും, എനിക്ക് അങ്ങനെ അല്ലല്ലോ, ചേച്ചിക്ക് എന്താ അങ്ങനെ എന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വന്നുകൊണ്ടിരിക്കുമായിരുന്നു ഇഷാനി മോള്. പണ്ടൊക്കെ എവിടെയെങ്കിലും പോകാനായിട്ട് റെഡിയാവാനായിട്ട് വിളിച്ചാണ്ടല്ലോ ഭയങ്കരമായിട്ട് യുദ്ധം നടത്തുന്ന ഒരാളായിരുന്നു ഇവാനിയ മോള് കേട്ടോ. സത്യത്തിൽ ഇത്രയും മാറ്റം കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് പലപ്പോഴും. ഇങ്ങോട്ട് വന്നിട്ട് പറയുവാണ് കേട്ടോ, എനിക്ക് ഒരുങ്ങണം, എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അടുത്ത് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ബേബി പൗഡർ മിക്സ് ചെയ്തത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെ കുത്തുകുത്തിട്ട് കൊടുക്കാനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് പല കളറിലെ ശിങ്കാറ് കിട്ടുമല്ലോ, നമുക്ക് 12 എണ്ണമായിട്ടൊക്കെ കിട്ടും. നമ്മൾ ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാറുള്ളത് പണ്ട് എനിക്കുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ അതൊക്കെ വെച്ച് ഇത് ചെയ്യാറ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ പൗഡർ കലക്കി ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത്. പിന്നെ ഇപ്പോൾ അതേ കൊച്ചിനിട്ട് കൊടുത്ത നെക്ലസ് എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും കണ്ട് തഴക്കവും പഴക്കവും വന്നിടണമാണ് കേട്ടോ. എൻ്റെ മിക്ക വീഡിയോയിലും അത് കാണും. അപ്പോൾ ഞാൻ കൊച്ചിന് അത് ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു മണി ഉള്ള ഒരു മാലയും കൂടി ഇട്ട് കൊടുത്ത്, പിന്നെ എൻ്റെ ഒരു സ്റ്റോൾ എടുത്ത് തലയിലൊക്കെ ഇങ്ങനെ കുത്തി ഇങ്ങനെ രാധികയുടെ ഒക്കെ ലുക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ കുത്തി കഴിഞ്ഞിട്ട് ഞാൻ ഈ അഴിച്ചു പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇവാൻ എനിക്ക് അവിടെ കുത്തിക്കൊള്ളുന്നത് ഇവിടെ കുത്തിക്കൊള്ളുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ അഴിച്ചു പണിഞ്ഞുകൊണ്ടിരിക്കുക. നിറയെ മുത്തൊക്കെ ഉള്ളൊരു ബോയായിരുന്നു ഞാൻ വെച്ചിരുന്നത് കേട്ടോ. പക്ഷേ ഈ വേദനിക്കുന്നെന്ന് പറഞ്ഞ കാരണം ഈ ഷോള് അതിനകത്തോട്ട് കുത്തി വയ്ക്കാൻ വേണ്ടി ഞാൻ പിന്നെ അതങ്ങ് ബാക്കിലോട്ടാക്കി. അത് പിന്നെ കാണാൻ പോലും ഇല്ലായിരുന്നു. അങ്ങനെ എന്തായാലും ഇവാനി മോളും കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇരുന്ന് രണ്ടുപേരും നല്ല രീതിയിൽ ഈ വീഡിയോയ്ക്ക് വേണ്ടി സഹകരിച്ചു തന്നിട്ടുണ്ട്. ഇവ മോളുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പം ഞാൻ ഇഷാനിക്കോട്ടിനെ കൂടെ എടുത്ത് പൊക്കി ഇവിടെ നിർത്തുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരെയും കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാമല്ലോ. രാധ നിൽക്കുന്ന പോസ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പിടിച്ചിങ്ങോട്ട് നിർത്താനൊക്കെ നോക്കുകയാണ് കേട്ടോ, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഉള്ളതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യണേ. ഫൈനൽ ലുക്ക് ആയിട്ട് ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ.